പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്താൻ ഒരേ ഒരായത്തേ ഉള്ളൂ. എന്തു മറന്നാലും മറക്കല്ലേ, എന്തു മറന്നാലും മറക്കല്ലേ. തോന്നിവാസം കാണിക്കുമ്പോ, ആർഭാടങ്ങൾ കാണിക്കുമ്പോ, പണക്കൊഴുപ്പ് കാണിക്കുമ്പോ, സുഖത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ആയത്ത് ഓർത്തു വെച്ചോ. يوم ترجعون فيه إلى الله. ഇതല്ല പറഞ്ഞതാടാ, സിറാജ് പറഞ്ഞതല്ല, ഉസ്താദന്മാര് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. വതഖൂ യൗമ തുർജഊന ഫീഹി ഇലല്ലാഹ്. കമ്മിറ്റിക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഈ ആയത്ത് മറക്കല്ലേ. എവിടെ പോയാൽ, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും, ഏത് അധികാരത്തിന്റെ സോപാനങ്ങൾ കേറിപ്പോയാലും അവസാനം വരുമടാ എന്റെ മുന്നിലേക്ക് വരേണ്ടവനാ. എവിടെ പോയാലും ഒരു ദിവസം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. ഇതൊരു ഭീഷണിയാ, ഇതൊരു ഭീഷണിയാ, ഇതൊരു ഓർമ്മപ്പെടുത്തലാ, ഇതൊരു താക്കീതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ പേടിച്ചു ജീവിക്ക്. അഹങ്കാരികളാകരുത്. തെറ്റ് ചെയ്യാനുള്ള തെറ്റ് ചെയ്യാനുള്ള എല്ലാ സമയവും ഇപ്പോഴുണ്ട്. പിഴപ്പിക്കാൻ 100 പേരുണ്ട്. ഫ്രീ ആയിട്ട് കള്ളു വാങ്ങി തരാൻ ആളുണ്ട്, കഞ്ചാവ് തരാൻ ആളുണ്ട്. വാടാ എന്റെ മോഹം സാധിച്ചതാടാ എന്ന് പറഞ്ഞുകൊണ്ട് റൂം തയ്യാറാക്കിയിട്ട് വിളിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. അല്ലാഹു പറയുകയാ, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്. അല്ലാഹുവേ, നന്മകൾ ചെയ്യുന്നവർക്കൊരു സ്വർഗമുണ്ട്. എങ്കിലും തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ ക്ഷണിക്കുമ്പോ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, 2 സ്വർഗമുണ്ട്, 2 സ്വർഗം തരാ. നിസ്കരിക്കുന്നവനല്ല, ഖുർആൻ ഓതുന്നവനല്ല, പള്ളി കെട്ടി കൊടുത്തവനല്ല, വഅദ് പറയുന്നവനല്ല, നോമ്പ് പിടിക്കുന്നവർക്കല്ല. അല്ലാഹു പറയുകയാണ്, ഞാൻ 2 സ്വർഗം നൽകാ. ആർക്കും അറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ, സുന്ദരിയായ പെണ്ണ് കെട്ടിപ്പിടിച്ച നഗ്നചിത്രങ്ങൾ അയച്ചു തന്നിട്ട് വാടാ എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നീ പറയണം, മിന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. കള്ള് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്, കഞ്ചാവ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടുകാര് 5 പൈസയും തരണ്ടടാ ഇന്നാ എന്ന് പറഞ്ഞു തരുമ്പോ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. മംഗലാപുരത്ത് കോളേജിൽ പഠിക്കാൻ പോകുമ്പോ കാമുകം പറയുന്നു, ആരും അറിയില്ല. ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് എന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പന്നാൽ ഒരാൾക്കും നിന്നെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. വാ പെണ്ണേ എന്ന് വിളിക്കുമ്പോ അവനോട് പറയണം, ഇന്നീ അഖാഫുല്ലാഹ്, ആര് കണ്ടില്ലെങ്കിലും എന്റെ അല്ലാഹ് കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പേടിച്ച് ജീവിച്ച സ്വഹാബിയാ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോട് പറയുകയാണ്, ഈ ദുനിയാവിലെ ജീവിതത്തില് അല്ലാഹുവിനെ ഭയക്കണേ, അല്ലാഹുവിനെ പേടിക്കണേ. ഖബറ് കണ്ടാ കരയടേ, ഖബറ് കണ്ടാ കരയടേ. 6 അടി മണ്ണിലെ ഖബറിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ. അല്ലാഹുവേ,
ഞങ്ങളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഏകാന്തതയുടെ വീടിനകത്ത് ഞങ്ങൾക്ക് നീ സ്വർഗ കവാടം തുറക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പടച്ചവനെ, ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഈ മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്. വാപ്പ വിളിച്ചിട്ട് കരയുന്ന ഉസ്താദേ, എന്റെ കുഞ്ഞിന് ക്യാൻസറാ, ഉസ്താദേ ദുആ ചെയ്യടേ. 3 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞാണ് ഉപ്പാ. ഇന്നും ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടില് സ്ഥലത്തുള്ള ഒരു മുസദാ മൻസൂർ എന്ന് പറയുന്ന സഹോദരൻ തന്റെ കുടുംബത്തിലെ ഒരു പെങ്ങളെ കുറിച്ച് പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യടേ, ചെയ്താലും വളരെ ഡേഞ്ചർ ആയിരിക്കുകയാണ്. ക്യാൻസർ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാ. ട്യൂമർ വരുന്നില്ലേ, കരളുകളും കിഡ്നികളും അടിച്ചു പോകുന്നില്ലേ, ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ടോ എന്നറിയില്ലല്ലോ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നല്ലേ ഇത് മുത്തുനബി പറഞ്ഞ വാക്കല്ലേ. മുത്തുനബി കള്ളം പറയാറില്ലല്ലോ. അതുകൊണ്ട് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ മനസ്സിലൊരു നിയ്യത്ത് ചെയ്യ്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് തരല്ലേ അല്ലാ. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. അതുകൊണ്ടൊരു സദഖ എടുത്തോ. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. കൊടുത്താ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുകയാ, നിനക്ക് ബർക്കത്ത് കിട്ടാ ദുആ ചെയ്യുകയാ. കൊടുക്കാതെ മടിച്ചാ, കൊടുക്കാതെ ഉറക്കം നടിച്ചാ നിനക്കെതിരായി ദുആ ചെയ്യുകയോ. അല്ലാഹുവേ, മലക്കുകൾ അനുകൂലമായി ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അൽ ഹയാ. എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചര്യയാണ്. ആ ഗുണമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടൊരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, ഇവന് വല്ലാത്ത നാണമാണ് നബിയേ. ഒരാളോടും പടച്ചവനെ, നമ്മുടെ മക്കളിൽ പലരുമുണ്ടല്ലോ, ആരോടും മിണ്ടുന്നില്ല, ആരുടെ മുന്നിലേക്കും പോകുന്നില്ല. ഇവർക്ക് വല്ലാത്ത നാണമാണ്, ഇവർക്ക് വല്ലാത്ത ലജ്ജയാണ്. പടച്ചവനെ, ഉമ്മമാര് കളിയാക്കുന്നു, നിനക്കെന്തടി ഇത്ര ലജ്ജയെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അവിടെ വന്നിട്ടൊരു സഹാബിയെ കുറിച്ച് പറയുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതാ, സ്വഹാബിയെ വെറുതെ വിട്ടേക്കാരാ, അവിടെ നിന്ന് വെറുതെ വിടാനാണ്. അല്ലാഹുവേ, കാരണം എന്തെന്നറിയുമോ? ലജ്ജയെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഗമാ, ഈമാനുള്ളവരുടെ അടയാളമാണ്. ലജ്ജയെന്ന് പറയുന്നത് ഈമാനുള്ളവരുടെ അടയാളമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ലജ്ജവേടേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹറാമ് കാണുന്നവരെ, ഹറാമ് കാണുന്നവരെ സൂക്ഷിക്കണേടാ ചെറുപ്പക്കാരാ.
ചെറുപ്പക്കാരാ, അല്ലാഹുവേ യൂട്യൂബിനകത്ത് കയറി കാണുന്നവരുണ്ടല്ലോ, മോശമായത് കാണുന്നവരുണ്ടല്ലോ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ അകത്തേക്ക് നരകത്തിന്റെ ഈയം ഉരുക്കി ഒഴിക്കുകയാ. നരകത്തിന്റെ ഈയമുണ്ടല്ലോ, അത് ഉരുക്കിയിട്ട് നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഒഴിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. എല്ലാവരും അത് കേൾക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നവരുണ്ടല്ലോ. പടച്ചവനെ സമയോടെ ഇരിക്കുന്ന വാപ്പാ, നാളെ സ്വർഗത്തിലും നിനക്കൊരുമിച്ച് കൂടണ്ട്. ഈ മക്കാമിൽ കിടക്കുന്ന മഹാനിന്റെ ഉറൂസിന്റെ അവസാന ദിവസം ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, മോനെ നീയും രക്ഷപ്പെടേണ്ടടാ. ഇവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും പോകണ്ടേ. അതുകൊണ്ട് പറയുകയാ, ഔറത്ത് പ്രദർശിപ്പിക്കല്ലേ, ലജ്ജ കാണിക്കടേ, ലജ്ജ കാണിക്കടേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തില് ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവേ സദഖ കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത സ്വഹാബിയാ. അല്ലാഹുവേ സദഖ കൊടുക്കാൻ ഒരു മടിയുമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. ഇസ്ലാമിന് പടച്ചവനെ കയ്യിൽ സമ്പത്തില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിക്കകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിന് പൈസയുടെ ആവശ്യമുണ്ട്. ആരാണ് സദഖ ചെയ്യുന്നത്? ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് അനയാ റസൂലല്ലാഹ്, ഞാൻ എന്റെ നബിയേ. ഉസ്മാൻ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, 100 ഒട്ടകങ്ങളെയും ആ ഒട്ടകത്തിന്റെ മുകളിൽ വിൽക്കുന്ന കട്ടിലുകളും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റിട്ട് പറയുന്നു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു. രണ്ടാമതും ചോദിച്ചു, സഹാബാ, ഇനി ആരാണ് തരുന്നത്? ഇനി ആരാണ് തരുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. അനയാ റസൂലല്ലാഹ്, 200 ഒട്ടകങ്ങളെ കൂടെ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും ദുആ ചെയ്തു. കുറേ സമയം കഴിഞ്ഞു. സ്വഹാബാ, ഇനി ആരാണ് തരുന്നത്? ഇനി ആരാണ് തരുന്നത്? അപ്പോഴും അനയാ റസൂലല്ലാഹ്, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു. സഹാബത്ത് പറയുകയാ, ഉസ്മാൻ തങ്ങളോട് മുത്തുനബി പിന്നെയും പിന്നെയും ചോദിച്ചാ തന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു. അതായിരുന്നു ഉസ്മാൻ തങ്ങള്. ഒരു മടിയുമില്ല, ഒരു പ്രയാസവുമില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് സദഖ ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സദഖ ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എഴുന്നേറ്റ് പറയുകയാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ഒരു
യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാം, പടച്ചവനെ 50 കുതിരകളെ ഞാൻ തരാം. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് 10,000 സ്വർണ്ണ നാണയവും ഞാൻ തരാൻ നബിയേ. ഉസ്മാൻ തങ്ങൾ അങ്ങനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കത്തും മദീനത്തും പോകുമല്ലോ, ഒരുപാട് കിണറുകൾ കാണുമല്ലോ. ഉസ്മാൻ എന്ന് പറയുന്ന ഒരു കിണർ കാണുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ റോമ കിണറെന്ന് പറയുന്ന കിണറായിരുന്നല്ലോ. അതിനകത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സഹാബാ, ഈ കിണർ വാങ്ങണമല്ലോ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിണർ വാങ്ങണമല്ലോ. ആരാണ് സഹായിക്കുന്നത്? ആരാണ് സഹായിക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു പോയിട്ട്, ഈ കിണറിന് എത്ര രൂപയാണ് വേണ്ടത്? 35,000 വെള്ളി നാണയമാണ് ചോദിച്ചത്. ഒന്നും രണ്ടുമല്ല ചെറുപ്പക്കാരാ, പാപ്പമാരെ, അല്ലാഹുവിന്റെ പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും ചോദിക്കുമ്പോ കൊടുക്കാൻ മടിയുള്ള മനുഷ്യ 35,000 വരുന്ന 35,000-ഓളം വരുന്ന നാണയങ്ങൾ എണ്ണിക്കൊടുത്തിട്ടാണ് ആ കിണർ വാങ്ങുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ട് കൊടുക്കുന്നു, നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു നബിയേ. അങ്ങനെയാണ് പടച്ചവനെ, സദഖ ചെയ്യാനൊരു മടിയുമില്ല, സദഖ കൊടുക്കാനൊരു മടിയുമില്ല. ചോദിച്ചാലും കൊടുക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനൊരു മടിയുമില്ലല്ലോ. നമ്മളങ്ങനല്ല, നമുക്ക് വല്ലാത്ത മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകൂല. കൂടുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകാറില്ല സഹോദരാ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠമെന്താ? സദഖ കൊടുക്കാൻ മടിയില്ലാത്ത സഹാബിയാ. മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സഹാബിയാ. ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സഹാബിയാ. മൂന്നാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചു കൊടുത്തത്. 2 പ്രകാശത്തിന്റെ ഉടമ, അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബി അലൈഹിസ്സലാം, പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാം, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പെൺമക്കളിൽ നിന്ന് 2 പേരെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തിലെ ഏക വ്യക്തി ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ അവിടുന്ന് തന്റെ 2 പെൺമക്കള് റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, 2 പേരെയും ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തല്ലോ. 2 പെൺമക്കളെ, ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ ലോകത്ത് ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആദ്യമായിട്ട് പ്രവാചകൻ വിവാഹം കഴിച്ചു കൊടുത്തത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചരിത്രം അറിയാം. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഉതൈബിനാണ് അബൂജഹലിന്റെ മകനാ റുഖിയ ബീബിയെ വിവാഹം കഴിച്ചത്. റുഖിയ ബീബിയെ വിവാഹം കഴിച്ചത് അബൂജഹലിന്റെ മകനായിരുന്നു. പക്ഷെ വീട് കൂടിയിട്ടില്ല, നിക്കാഹ് വിവാഹം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അബൂജഹലിന്റെ മകൻ റുഖിയ ബീവി അവിടെ നിന്ന് തല്ലുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് സഹിച്ചില്ല തന്റെ പൊന്നുമോളെ തല്ലുന്നത് കണ്ടപ്പോ. നിങ്ങൾ പഠിക്കണം ചരിത്രം, ഭർത്താക്കന്മാരൊക്കെ പഠിക്കണം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അബൂജഹലിന്റെ മകൻ വാപ്പ മുസ്ലിമായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പേരിൽ തല്ലാൻ തുടങ്ങി. സഹിക്കണില്ല. തന്റെ മകളെ തല്ലുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിച്ചു. കാരണം ഒരു വാപ്പയല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു, നിന്നെ ഒരു സിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാ. മുത്തുനബി പറഞ്ഞു, ഒരു ശക്തമായ സിംഹത്തെ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്ക് പറഞ്ഞതിന് ശേഷം അബൂജഹലിന് അറിയാം മുഹമ്മദ് പറഞ്ഞ സത്യമാണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സംഭവിക്കുമെന്ന് അബൂജഹലിന് അറിയാം. അതുകൊണ്ട് അബൂജഹൽ തന്റെ മകനോട് പറയും, നീ എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകരുത്, നിന്നെ സിംഹം പിടിക്കും. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, നീ സൂക്ഷിക്കണം. നമുക്ക് വിശ്വാസമില്ല. അബൂജഹൽ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, എവിടെ പോയാലും നീ ആളുകളുടെ ഇടയിലെ നിൽക്കാവൂ. അങ്ങനെ അബൂജഹലിന്റെ മകൻ ഉതൈബ അവിടെ നിന്നൊരു യാത്ര പോയി. അവസാനം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പാപ്പ പറഞ്ഞത് ഓർമ്മ വന്നു. എല്ലാവരുടെ നടുവിൽ വന്ന് കിടന്നുറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സിംഹം വന്ന് പിടിച്ചുകൊണ്ടുപോയവനെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ വാപ്പയായ മുത്തുനബിക്ക് സഹിച്ചില്ല. നമ്മളോ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ട് തല്ലുന്നവരല്ലേ നമ്മളും. ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് എന്താ പറയണേ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്കില്ലേ, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇൻസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു അറബി വാക്കുണ്ട്, ഒരു സീഗ. അതിന്റെ അർത്ഥമെങ്കിലും പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തർത്ഥം ഇല്ലേ? എന്തർത്ഥം? സത്യം പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്ന ഒരു രംഗം അപ്പോഴാണ്. ചില ചെറുപ്പക്കാരുടെ കയ്യെ പിടിച്ചിട്ട് ഇതങ്ങിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഓങ്കടന്ന് തപ്പല് അതൊന്ന് പറയാൻ പോലും അറിയത്തില്ല. എടാ, എന്തിനാടാ നാണം കെടുന്ന? എടാ, കല്യാണത്തിന്റെ തലേ ദിവസം പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് അതൊന്ന് പറയാൻ പഠിക്ക്. എന്നൊക്കെ പറയുമ്പോ കിടന്ന് ഓരോ വാപ്പയും മോനൊക്കെ കിടന്ന് പെടുന്ന പാട് ചിരിയാ വരണേ. ഉസ്താദ്മാര് പിന്നെയും ഈ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ പിന്നെയും പറഞ്ഞു കൊടുക്കാം. എടാ, അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഒരു വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മകളെ നിന്റെ കയ്യിൽ വെച്ച് തരുമ്പോ പറയാ, മോനെ 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ മകളെ, നീ തരുന്ന ഈ സ്വർണത്തിന്റെ മുന്നിൽ ഞാൻ നിന്റെ മകളെ എനിക്ക് തരിക, എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല, എന്റെ പൊന്നുമോള് മലക്കൊന്നുമല്ല, എല്ലാം തികഞ്ഞവളല്ല. എന്റെ മോൾക്ക് ന്യൂനതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കണം, നീ സഹിക്കണം, നീ ഉപദേശിക്കണം. അവൾ അറിവില്ലാത്തവളാ, അവളെ നീ ഉപദേശിച്ച് നന്നാക്കണം. എന്റെ മോളെ തല്ലല്ലേ, എന്റെ മോളെ കൊല്ലല്ലേ. ഇതാ വാപ്പ പറയണത്. എന്റെ മോളെ നീ ഉപദ്രവിക്കരുത്. ഇത് എന്റെ മകള് 2-3 മക്കളെ പെറ്റു, ഗ്ലാമറൊക്കെ പോയി, എന്റെ മോൾക്ക് പ്രായമായി. അപ്പൊ നിനക്ക് അവളെ മടുത്തെന്ന് തോക്കിയാ കൊണ്ട് കളയല്ലേ മോനെ, തിരിച്ച് എന്റെ കയ്യിൽ തന്നെ തന്നേരെ എന്റെ മോളെ. ഇത് 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് കയ്യെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കൂമ്പിടിച്ച് വാട്ട്. ഇതാ അവസ്ഥ. വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കുത്തുവാക്കും പരിഹാസങ്ങളും. എടാ, മകളെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം. ആണുങ്ങൾ ആരാ ഭാര്യ എന്നറിയും. നമുക്ക് ഒരു അടുക്കള വേലക്കാരിയുടെ വില പോലും പല ഭാര്യമാർക്കും നമ്മൾ കൊടുക്കാറില്ല. നമ്മളെല്ലാരും അങ്ങനെ. എത്ര ജോലി ചെയ്താലും അവഹേളനവും കുത്തുവാക്കും പരിഹാസം. നിനക്ക് എന്താടി ഇവിടെ ജോലി, നീ എന്താടി ഇവിടെ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്ത ആരാ ഭാര്യ എന്നറിയോ? ആരാണ് ഭാര്യ എന്നറിയോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോയി.
മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജറ പോകാൻ ഒരുങ്ങുമ്പോ ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ അള്ളായും കൂടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ പൊക്കോളാൻ. NRC ഒക്കെ അപ്പോഴാ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു NRC വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നിന്റെ വീടും നാടും വിറ്റിട്ട് നീ രാജ്യക്കാരനല്ല, ജയിലിൽ പോകണമെന്ന് പറയുമ്പോഴേ നെഞ്ചത്തടി തുടങ്ങി, പേടി തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, എടാ NRC പണ്ട് നടന്നിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കക്കാരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിരിക്കണ വസ്ത്രത്തോടെ നീയൊക്കെ പൊക്കോണം, അള്ളാഹയെ വിളിച്ചിട്ട് നീ അള്ളാഹി മുഹമ്മദ് പൊക്കോ. എന്തേ പറഞ്ഞത്? ഹിജറ പോകുന്ന സഹാബത്ത് പറഞ്ഞു, എന്നാടാ എടുത്തോ, എനിക്ക് വീടും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാടാ. അതാടാ മുസ്ലിം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ ഉസ്താദ് ഇപ്പൊ NRCക്ക് അനുകൂലമാണെന്ന് പറയരുത്. ഉസ്താദ് NRCക്ക് അനുകൂലമാണെന്ന് പറയരുത്. NRC അല്ല ഇവിടെ വിഷയം, നമ്മുടെ ഈമാനാണ് വിഷയം. അവിടെ നമ്മൾ പരാജയപ്പെടരുത്. ഇതൊക്കെ എത്ര നാളെ പൊട്ടിച്ചാലും അവസാനവുമാര് തോക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവരൊക്കെ എത്രയൊക്കെ ചെയ്താലും അവസാനം നമ്മുടെ മുന്നിൽ തോക്കും. കാരണം അന്തിമ വിജയം നമുക്ക് തന്നെയാ. ഇത് അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതാ, ചരിത്രങ്ങൾ പഠിപ്പിച്ചതാ. ആള് കുറവാ, 313 സ്വഹാബത്ത്, കൂരിയ വാൾ, ഒടിഞ്ഞ വാളും, ഒരു പരിചയില്ല, ഒട്ടിക വയറുമായിട്ട് പോയിട്ട് പാട്ടും പാടി തിരിച്ചു കയറി വന്ന ചരിത്രം വെറുതെയല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ പേടിക്കരുത്, നമ്മൾ വിരളരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓലപ്പടക്കം പൊട്ടിക്കണ പോലെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഞെട്ടി വിറയ്ക്കരുത്. നമ്മളൊരിക്കലും പേടിക്കരുത്. ഈമാൻ ഉറക്ക്. സഹാബത്ത് പറഞ്ഞു, ഇന്നാടാ എനിക്കൊന്നും വേണ്ട, പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരങ്ങോട്ട് പോയപ്പോഴോ മദീന നിവാസികൾ തന്റെ രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് അവർക്ക്, 2 ഭാര്യമാർ കൂടുതലുള്ളവർ ഒരു ഭാര്യയെ തലാഖ് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തു. അതാ അൻസ്വാരിങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിവാഹം കഴിച്ചു, ഇല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബ് വിവാഹം കഴിച്ചു, നിങ്ങൾ ഓരോരുത്തരും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു, അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അങ്ങനെയല്ലേ? കൊണ്ടുപോകത്തില്ലേ? ഭാര്യയുടെ വീട്ടിൽ തന്നെയല്ലേ? അല്ല, ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കാം? കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഭാര്യയുടെ വീട്ടിൽ തന്നെ താമസിക്കാം. ഇവിടെ കെട്ടിയ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ ഭാര്യയെ? നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഉസ്താദെ, ആ ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഉസ്താദെ. ആ ദിവസം ഒന്ന് ഓർക്കാൻ തന്നെ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ കൈപൊക്കിക്കേ. സ്വർഗത്തിലും ഭാര്യയെ വിട്ടണമെന്ന്, ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരെ പൊക്കിക്കോ, ബാബാജിയെ പൊക്കിക്കോ, പെണ്ണുപിള്ള കാണുന്നുണ്ട്. ഇന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ ചോദിക്കും, എല്ലാരും പൊക്കി, നിങ്ങൾ എന്താ പൊക്കാഞ്ഞ്? നിങ്ങളെ പലർക്കും പൊക്കാൻ പേടിയാ. ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി സ്വർഗത്തിലുണ്ടോ? എടാ, ഒരാള് ഹജ്ജിന് പോവാ, ഒരു നല്ല സമ്പന്നനായ ഒരു മനുഷ്യൻ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുമ്പോ ഭാര്യയോട് ഭർത്താവ് മാത്രം പോവാ, ഭർത്താവ് മാത്രം പോകുന്ന. അപ്പൊ ഒരാള് ചോദിച്ചു, ഒരു ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്തേ ഭാര്യയെ കൂടെ കൊണ്ടുപോകാത്ത? അവള് ഹജ്ജ് ചെയ്തിട്ടില്ല, ഒരുമിച്ച് പൊക്കൂടെ? ഇല്ല ഉസ്താദെ, ഞാൻ പോയിട്ട് വരാം. ഇയാൾ എത്ര പറഞ്ഞിട്ടും ഇങ്ങനെ തന്നെ പറയും. അപ്പൊ ചോദിച്ചു, വല്ല സാമ്പത്തിക പൈസയുടെ കാര്യമൊന്നുമല്ല ഉസ്താദ്. അവസാനം ചോദിച്ചു, എന്താ പ്രശ്നം? ഇവിടെ തന്നെ പറ്റണില്ല ഉസ്താദ്, ഇവളെയും കൊണ്ട് ആ മക്കത്തെ കാണാൻ പോയാ അവിടെ പോയി കിടന്ന് അടി കൂടണമല്ലോ. ഇത് നമ്മുടെ ചിന്ത. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്തെന്നറിയോ? ഈ ലോകത്തിലെ ഏറ്റവും സുഖം എന്തെന്നറിയോ? ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്നറിയോ? കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തെ പോലെ മനോഹരമായ ഒന്നും ഈ ദുനിയാവിലില്ല. അതാ നമ്മൾ പഠിക്കേണ്ടത്. ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണം. ആഗ്രഹം ഉണ്ടാ? എന്ന് കൈവക്കിക്ക് പോകാൻ ആഗ്രഹമുള്ളവര് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നാ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾക്കറിയാം, നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദം നബിയെ സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ തെക്ക് വടക്ക് നടക്കാം, അങ്ങോട്ട് ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ ഉലാത്തിക്കൊണ്ട് നടക്ക. പഴമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കഷ്ടപ്പാടില്ല. ആദം നബി ഇങ്ങനെ സുഖിച്ച് നടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ചോദിച്ചു, എന്തേ ആദമേ, എങ്ങനുണ്ട്? ഒരു സുഖം, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ആദമേ, നിനക്ക് എന്ത് പറ്റി ആദമേ, നിനക്കൊരു സന്തോഷമില്ലാത്തത്? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. എവിടാ? സ്വർഗത്തില്.
സ്വർഗത്തിലൂടെ ആദം നബി നടക്കുമ്പോഴാ അള്ളാഹ് ചോദിക്കണേ എന്താ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അള്ളാഹ്. ഹവ്വ റളിയല്ലാഹു തആല ഉമ്മുമ്മയെ എടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോഴാ ആദം നബിക്ക് സന്തോഷം വന്നേ. പെണ്ണ് കെട്ടിയപ്പോഴാടാ മോനെ ആദം നബിക്ക് സന്തോഷം വന്നേ. എല്ലാരും ചോദിക്കുമല്ലേ എന്തിനാ പെണ്ണ് കെട്ടണേന്ന്? എടാ പെണ്ണ് കെട്ടിയ അവന് 3 നന്മയുണ്ടാകും. കല്യാണം കഴിക്കുന്നവന്റെ ജീവിതത്തിൽ 3 ഗുണമുണ്ടാകും. അതിലെ 1ാമത്തെ ഗുണം അവന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് കിട്ടും? പെണ്ണ് കെട്ടിയ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേൾക്കാനുള്ള കൊതി കൊണ്ട് എന്ത് കിട്ടും? ഉസ്താദെ, എന്നാണോ കെട്ടിയത് അന്നത്തോടെ സമാധാനം പോയെന്നാ നമ്മൾ പറയാ. എന്നാണോ പെണ്ണ് കെട്ടിയത് അന്നത്തോടുകൂടി പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റല്ല, ഖുർആൻ പറഞ്ഞത് ശരിയാ. പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. വിവാഹം കഴിച്ച സമാധാനമുണ്ട്. നിന്റെ സമാധാനം പോയെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. നിന്റെ ജീവിതം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാ. ഖുർആനും ഹദീസും പറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ മരിക്കുന്ന കാലം വരെ ലൗബേഴ്സായി, ലൗ ജോഡികളായി നടക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചും വഴക്കുണ്ടാക്കിയും തീർക്കരുത്. ഭാര്യയെ തല്ലുന്നത് ആണത്വമല്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇട്ട് തല്ലുന്നത് ആണത്വമല്ല, തന്റെ ഇടമല്ല. ഇന്നലെ 2 കൊടുത്തറാന്ന് പറയും കൂട്ടുകാരോട്. ഇന്നലെ അവളെ ഞാൻ ചേർത്തങ്ങിട്ട് നിർത്തി. എന്താ അന്തസ്സോടാ പറയണേ? പാവപ്പെട്ട ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാത്തതിന്റെ കാരണം പഠിക്കണം. പെണ്ണിനെ അറിയണം. പെണ്ണ് കിട്ടിയാ പോരാ, കൂടെ കടന്നാ പോരാ, ചെലവിന് കൊടുത്താ പോരാ. പെണ്ണ് ആരാണെന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവമുണ്ട്. ആണുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാ, പെണ്ണ് കെട്ടണ ഏത് ആണിന്റെയും ആഗ്രഹമാ, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. ഇല്ലേ? എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കേറി നിൽക്കും, ഒരു കാലത്ത് നിന്റെ പെണ്ണുമ്പുള്ള കേറി നിൽക്കില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് നമ്മൾ വരച്ചിട്ട് നമ്മൾ കയറി നിൽക്കണമല്ലാതെ ഒരാണിനും തന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം അത് പെണ്ണങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും ആയിഷ ബീവി ചൂടാവുമായിരുന്നു. മുത്തി നബിയോട് പോലും പ്രവാചകൻ കൊണ്ടുകൊടുത്ത കറിപ്പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങിയിട്ടുണ്ട്. എന്താ ചരിത്രം വായിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ എത്രയുള്ളൂ ഭാര്യയും ഭർത്താവും? ഒരു ചരിത്രം അറിയോ? നബിയും ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ആയിഷ ബീവിയും നബി സല്ലല്ലാഹു ഈ ചങ്ങാതി ബക്കറ്റ് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇത്തിരി കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. കാരണം ബക്കറ്റ് എടുത്ത ഓടുന്ന ഒരു കൗമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കല്ല. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. അപ്പൊ മസ്ലഹത്തിന് ആരാ വന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പല്ലേ? ആയിഷ ബീവിയുടെ വാപ്പയുമാണ്, മുത്തി നബിയുടെ കൂട്ടുകാരനുമാണ്. അങ്ങനെ വീട്ടിനകത്ത് കയറി വന്നു. എന്താണ് വിഷയം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ, ആദ്യം പ്രശ്നം എന്താന്ന് വെച്ചാ. മുൻഗണനയാ, ആദ്യം നീ പറ, എന്നിട്ട് ഞാൻ പറയാം. നമ്മൾ അങ്ങനല്ല, ഞാൻ പറയും നീ കേൾക്കണം. ഞാൻ പറയും നീ കേൾക്കണം, അല്ലേ? പെണ്ണിന്റെ വീട്ടുകാര് ആണിന്റെ വീട്ടുകാര് പറയണത് കേട്ടോണം, ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു, പറയാൻ പാടില്ലാത്തൊരു വാക്ക്. എന്തോ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹിച്ചില്ല, കൊടുത്ത് ആയിഷയുടെ മുഖത്ത്. അള്ളാഹുവിന്റെ പ്രവാചകന് എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് വാപ്പ മോളെ തല്ലി. ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പ തല്ലി. കരയാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ആയിഷ ബീവി അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ പറയണം, എന്തിനാ എന്റെ ഭാര്യയെ തല്ലിയേ? പെട്ടു. അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നപ്പോ എന്റെ ഭാര്യ എന്തിനാ തല്ലിയേ? എന്റെ പ്രിയപ്പെട്ടവർ, ഇത്രയേ ഉള്ളൂ. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം സർവ്വതും.
ഇത് കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ എന്തോ തീരാനാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിവാഹം കഴിച്ചപ്പോ എന്റെ ഭാര്യ സുമയ്യ അവൾ എന്റെ കൂടെ ഹിജ്റ ചെയ്തു വന്നവളാണ്. എടാ, ഞാൻ എന്റെ ഭാര്യ, നമ്മൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ അവളുടെ വാപ്പ പോയി, അവളുടെ ഉമ്മ, അവളുടെ കൂടപ്പറപ്പ്, അവളുടെ വീട്, അവളുടെ നാട്, അവളുടെ കൂട്ടുകാര്, അവരുടെ കുടുംബക്കാര്, ജനിച്ചു വളർന്ന നാട് ഉപേക്ഷിച്ചിട്ട് ഇന്നു മുതൽ പുതിയ വാപ്പ, പുതിയ ഉമ്മ, പുതിയ കൂടപ്പറപ്പ്, പുതിയ വീട്, പുതിയ നാട്, പുതിയ കുടുംബക്കാർ സർവ്വതും വിട്ടറിഞ്ഞ് ഹിജ്റ ചെയ്തു വന്നവളാ നമ്മുടെ ഭാര്യ. സർവ്വതും കളഞ്ഞിട്ട് അവളുടെ ഇന്നു മുതൽ നിന്റെ ഉപ്പ അവളുടെ ഉപ്പ, നിന്റെ ഉമ്മ അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്, നിന്റെ വീട് അവളുടെ വീട്, നിന്റെ നാട് അവളുടെ നാട്, നിന്റെ കുടുംബക്കാർ അവളുടെയും കുടുംബക്കാര് സർവ്വതും ഉപേക്ഷിച്ച് ഹിജ്റ ചെയ്ത് നിന്റെ വീട്ടിൽ വന്നവളെ കണ്ണുനീര് കുടിപ്പിച്ച നീ നേരെയാകുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുഖിയ എന്ന് പറയുന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തു ഉസ്മാൻ തങ്ങൾക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് രോഗം വന്നു. ബദർ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഉസ്മാനെ, നീ വരണ്ട, നീ ബദരീങ്ങളിൽ പെട്ടവനാ, നീ നിന്റെ ഭാര്യയുടെ അടുക്കൽ പോയിരിക്ക്, നിന്റെ ഭാര്യയ്ക്ക് നീ ഖിദ്മത്ത് ചെയ്യ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞു വരുമ്പോ തന്റെ പൊന്നുമകൾ മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിക്ക്, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുൽസും മരണപ്പെട്ടു. നിങ്ങൾ ചിന്തിക്ക്, സാധാരണ ഒരാൾ പെണ്ണ് കെട്ടി, ആ പെണ്ണ് മരിച്ചു, രണ്ടാമതൊന്നിനെ കെട്ടി, അതും മരിച്ചു. പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കോ? എടാ, ഭാര്യ മരിച്ചു, രണ്ടാമതും മരിച്ചു, രണ്ടു ഭാര്യമാരും കെട്ടുന്ന രണ്ടു ഭാര്യമാരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവന് വാഴൂല, പേടിയാ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനെ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും. എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ ദിന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകതയായിരുന്നു. വിശദീകരിക്കുന്നില്ല. നാലാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിനെ വല്ലാത്ത ഭയവാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഭയമായിരുന്നു പടച്ചവര്, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും കള്ളു കുടിക്കാത്ത സഹാബിയാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും പടച്ചവനെ ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രങ്ങൾ പറയുന്നത്, വാപ്പ മരിക്കാൻ സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കബറടക്കുമ്പോ മുന്തിരിയുടെ തൈ വേണം എന്റെ തലയുടെ ഭാഗത്ത് നടാൻ. കബറിന്റെ മുകളിൽ നടണ്ട ചെടി ഏതെന്നറിയുമോ? നിങ്ങൾ മുന്തിരിയുടെ ചെടി നടണ്. കാരണം എന്തെന്നറിയുമോ? ആ മുന്തിരിയുടെ വേരുണ്ടല്ലോ, അതിന്റെ വളമിങ്ങനെ വലിച്ചെടുക്കുമ്പോ ആ മുന്തിരി കള്ളിന്റെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടുമല്ലോ. മരിച്ച കബറടക്കുന്ന സമയത്ത് പോലും കബറിന്റെ മുകളിൽ മുന്തിരി നടണമെന്ന് പറഞ്ഞു കൊടുത്ത ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പോലും കള്ള് കുടിക്കാത്ത മനുഷ്യരാ. വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ?
ഖബർ കണ്ടു കഴിഞ്ഞാൽ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ട ഉസ്മാൻ തങ്ങൾ കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. ഉസ്മാൻ തങ്ങൾ കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. പടച്ചവരെ, സ്വഹാബത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ എന്തേ ഖബർ കാണുമ്പോ കരയുന്നത്? നരകം പറയുമ്പോ കരയാറില്ലല്ലോ, മഹ്ശറ പറയുമ്പോ കരയാറില്ലല്ലോ, വിചാരണയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നത്? എന്തിനാണ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞ് താഴെ വീഴുകയാ, തളർന്നു വീഴുകയാ. കാരണം പടച്ചവനെ, സ്വഹാബത്ത് അവിടെന്ന് ചോദിച്ചു, കാരണമെന്താ? എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുമ്പോ കരയുന്നത്? എന്തിനാ മോനെ കരയണമടാ? ഖബറിനെ കാണുമ്പോ കരയാറുള്ള കാരണമെന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒരാള് ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. ഒരാള് ഖബറിന്റെ അകത്ത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്തേ ഖബർ എന്ന് പറഞ്ഞാൽ? പേടിക്കണം ബാപ്പമാര്, പേടിക്കണം ബാപ്പമാര്, കരയണമടാ ചെറുപ്പക്കാരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബർ കാണുമ്പോ കരയാൻ പറയുന്നത് എന്തിനെന്നറിയോ? നിനക്കതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടോ, ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ കിലാ കിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദരി. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നീ എങ്ങാണം അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, സുഖിക്കുന്നത് പോയിട്ട്, കഴിക്കാൻ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാ തിന്നുന്നതിന് മുമ്പ്, കുടിക്കുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദരി, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുമടാ ചെറുപ്പക്കാരാ. നെഞ്ചത്തടിച്ച് കരയാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല, അത്രയും ഭയാനകമാണ്. ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയേണ്ടതെന്തെന്നറിയോ? നീ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ദിവസം പടച്ചവരെ പകല് സമയത്ത് ഒറ്റയ്ക്ക് വീടിന്റെ റൂമിന്റെ അകത്ത് ഫാനണച്ചിട്ട് എന്തിനാ ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് വീടിന്റെ റൂമിന്റെ അകത്ത് എല്ലാവരും കേറി, നിങ്ങൾ ആരെങ്കിലും പടച്ചവര് വീടിന്റെ റൂമിന്റെ അകത്ത് ലൈറ്റ് അണച്ചിട്ട് ഫാനണച്ചിട്ട് ഒരു 5 മിനിറ്റ് നിന്റെ റൂമിന്റെ അകത്തിരിക്കാനുള്ള ധൈര്യമുണ്ടോ മോരെ? പേടിയാടാ, പേടിയാ. ശരീരം വിയർക്കുകയാ, ശരീരം തളരുകയാ. അടുത്ത റൂമിൽ നിന്റെ കുടുംബക്കാര് കിടക്കുന്നുണ്ട്, അയൽവാസികൾ വീടിന്റെ ചുറ്റുഭാഗത്തുണ്ട്. എന്നിട്ടും നിനക്ക് ഒറ്റയ്ക്കിരിക്കാ പേടിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഈ വഅദ് പറയുന്ന സിറാജ് ഉണ്ടല്ലോ, എന്റെ ഉപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂടപ്പിറപ്പുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പടച്ചവനെ, സിറാജ് ദുനിയാവിൽ ഒറ്റയ്ക്കല്ല. ഇനി നാളെ പരലോകത്ത് പോകുമല്ലോ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും പരലോകത്തുണ്ടാകും. അള്ളാന്റെ കോടതിയിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ കാണുമല്ലോ. ഇനി അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയ അല്ലാഹുവേ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഞാൻ സ്വർഗത്തിൽ നടക്കുമല്ലോ. അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല. ഇനി എങ്ങാണം പടച്ചവനെന്ന നരകത്തിൽ വലിച്ചെറിഞ്ഞ അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. കള്ളുകുടിയന്മാരെ കാണുമല്ലോ, വ്യഭിചാരികളെ കാണുമല്ലോ, പലിശ തിന്നവരെ കാണുമല്ലോ, ഇബ്ലീസ് കാണുമല്ലോ, ശിർക്ക് ചെയ്തവരെ കാണുമല്ലോ. അവിടെയും എനിക്ക് കൂട്ടുണ്ടല്ലോ. പക്ഷേ എന്നാറടി മണ്ണിലെ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ എന്റെ ഉപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ ഭാര്യ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ, എന്റെ കൂടപ്പിറപ്പ് വരില്ലല്ലോ, എന്റെ കൂടെ എന്റെ കൂട്ടുകാര് വരില്ലല്ലോ, എന്റെ കുടുംബക്കാര് വരില്ലല്ലോ. ഖിയാമത്ത് നാൾ വരെ പള്ളിപ്പറമ്പിൽ സിറാജ് ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ലാത്തവനല്ലേ. പടച്ചവനെ, എങ്ങനെ കിടക്കുമടാ ചെറുപ്പക്കാരാ? അതുകൊണ്ടാ കരയാൻ പറഞ്ഞത്, അതുകൊണ്ടാ കരയാൻ പറഞ്ഞത്. പലതും ചെയ്യുമ്പോ നിനക്ക് ചിന്ത വേണമടാ. അഹങ്കാരിയെ പോലെ നെഞ്ചു വിളിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോ നിന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്ത വരുമ്പോ, മറ്റുള്ളവരെ ചവിട്ടി തേക്കുമ്പോ, മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുമ്പോ, പലരെയും കളിയാക്കുമ്പോ ഈ ബോധം നിനക്ക് വേണമടാ. നീ കബറിന്റെ അകത്ത് പോയി കിടക്കേണ്ടവനല്ലേ. ഒന്നും പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടില്ലല്ലോ. നമ്മൾ ആക്ഷേപിക്കുകയാണ്, പലരെയും പരിഹസിക്കുകയാണ്. എന്നിട്ട് പറയും, ഉസ്താദ് അവൻ ചെയ്തതല്ലേ പറഞ്ഞത്, അവൻ ചെയ്തതല്ലേ പറഞ്ഞത്. നിനക്കെന്ത് അവകാശമാടാ? ഒരാള് ചെയ്ത കാര്യം പറയാ നിനക്കെന്ത് അവകാശമാ? എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ഒന്ന് പൊരുത്തം ചോദിക്കാൻ നിനക്ക് സമയം കിട്ടണമെന്നില്ല. പള്ളിപ്പറമ്പിലെ കബറ് പറയുന്നുണ്ട്, അല്ലാഹുവേ, എടാ ഞാൻ ഏകാന്തതയുടെ വീടാ മോനെ, എന്റെ വീടിന്റെ അകത്ത് പാമ്പുകളും തേളുകളും ഉണ്ടടാ. അല്ലാഹുവേ, കബറിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഉസ്മാൻ തങ്ങള് കരയാനുള്ള കാരണമതാ. കബറിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെന്ന് പേടിക്കുമായിരുന്നു, കബറ് കണ്ടാ കരയുമായിരുന്നു. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. പക്ഷേ ആ സ്വഹാബി ആരാ? പടച്ചവനെ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങള്. സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബി. സുമ്മരിളാ അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅന ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദة وابن في العاسد الكرم مولاي صل وسلم دائما أبدا على حبيبك خير